ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ് കഥകൾ. കോപ്പർ ബീച്ചസ്. റേഡിയോ നാടകരൂപം. സംവിധാനം എൻ വാസുദേവ്. വാട്സൺ, എനിക്ക് ഇന്നലെ ലഭിച്ച ഒരു കത്താണിത്. വായിച്ചു നോക്കൂ. തരൂ, നോക്കട്ടെ. പ്രിയപ്പെട്ട ഷെർലക് ഹോംസ്, എനിക്കൊരിടത്ത് ഒരായയുടെ ജോലിക്കുള്ള ക്ഷണം വന്നിരിക്കുന്നു. ഞാനത് സ്വീകരിക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് താങ്കളുടെ വിദഗ്ധമായ ഉപദേശത്തിനായി ഞാൻ ആഗ്രഹിക്കുന്നു. അസൗകര്യമൊന്നുമില്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ 10:30 മണിക്ക് താങ്കളെ കാണാൻ വരട്ടെ. വിശ്വാസപൂർവം, വയലറ്റ് ഹണ്ടർ. ഹോംസ്, ഈ സ്ത്രീയെ താങ്കൾക്ക് പരിചയമുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ മണി 10:30 ആയല്ലോ. അത് അവൾ തന്നെയാകും, സംശയമില്ല. എന്തായാലും നമ്മുടെ സംശയങ്ങൾ ഇതാ ഇവിടെ അവസാനിക്കുന്നു. എനിക്ക് തെറ്റിയില്ലെങ്കിൽ വയലറ്റ് ഹണ്ടർ ദാ നമ്മുടെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. വരൂ, അകത്തു വരൂ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെന്ന് കരുതുന്നു. വരൂ മിസ് വയലറ്റ് ഹണ്ടർ, ഇരിക്കൂ. നിങ്ങളെ സഹായിക്കുന്ന എന്തും ചെയ്തു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നന്ദി മിസ്റ്റർ ഷെർലക് ഹോംസ്. തികച്ചും വിചിത്രമായ ഒരു അനുഭവം എനിക്കുണ്ടായി. അതേക്കുറിച്ച് ഉപദേശം ചോദിക്കാൻ എനിക്ക് അച്ഛനോ അമ്മയോ മറ്റു ബന്ധുക്കളോ ആരും തന്നെയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാൻ താങ്കൾ സൗമനസ്യം കാട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഞാൻ ശ്രമിക്കാം. കേൾക്കട്ടെ, എന്താണ് ആ വിചിത്രമായ അനുഭവം? കഴിഞ്ഞ 5 കൊല്ലമായി ഒരു ആയയായി ജോലി നോക്കുകയായിരുന്നു ഞാൻ, കേണൽ സ്പെൻസ് മെൻറോയുടെ വീട്ടിൽ. പക്ഷെ 2 മാസം മുമ്പ് ഒരു പുതിയ ജോലി സ്വീകരിച്ച് മൺട്രോ കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് പോയി. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട ഞാൻ പത്രങ്ങളിൽ കണ്ട പല പരസ്യങ്ങൾക്കും അപേക്ഷിച്ചിട്ടും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. എന്റെ സമ്പാദ്യവും തീർന്നു തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചുവെന്നാണ്? ഇത് ഡോക്ടർ വാട്സൺ, എന്റെ ആത്മസുഹൃത്താണ്. ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതിൽ എന്നെ സഹായിക്കാറുമുണ്ട്. തുടരും മിസ് ഹണ്ടർ. ആയമാരുടെ ജോലിക്കാര്യം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസി ഇവിടെ വെസ്റ്റ് എൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് അനുയോജ്യമായ ജോലി വല്ലതുമുണ്ടോ എന്ന് അന്വേഷിച്ച് ആഴ്ചയിൽ 1 തവണ ഞാൻ അവിടെ പോകാറുണ്ട്. മിസ് ടോപ്പർ എന്ന ഒരു സ്ത്രീയാണ് അവിടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. എന്നെപ്പോലെ ജോലി അന്വേഷിച്ചു വരുന്നവർ അവരുടെ ഓഫീസ് മുറിക്ക് പുറത്ത് കാത്തിരിക്കും. ഓരോരുത്തരെയായി അവർ അകത്തേക്ക് മുറിയിലേക്ക് വിളിച്ച് യോജിച്ച ഒഴിവുകളുണ്ടോ എന്ന് തന്റെ വലിയ രജിസ്റ്ററിൽ നോക്കി പരിശോധിക്കും. അതാണ് പതിവ്. പിന്നെ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ആഴ്ച ഞാൻ മിസ് ടോപ്പറുടെ ഓഫീസിൽ പോയി. അപ്പോൾ അവർ മാത്രമായിരുന്നില്ല, ഒരു തടിമാടൻ കൂടെ ഓഫീസ് മുറിയിലുണ്ടായിരുന്നു. അസാമാന്യമായ തടിയുള്ള അയാളുടെ താടിക്ക് താഴെ പല മടക്കുകളായി മാംസം തൂങ്ങിക്കിടന്നിരുന്നു. നല്ല പ്രസന്നമായ മുഖഭാവമുള്ള അയാൾ തന്റെ കണ്ണാടിയിലൂടെ ആ മുറിയിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന ഓരോ സ്ത്രീയെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അയാളുടെ മുന്നിൽ എത്തിയതും കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇതുമതി, ഇതിനേക്കാൾ യോജിച്ച ഒരാളെ എനിക്ക് ലഭിക്കില്ല എന്ന ആവേശത്തോടെ അയാൾ മിസ് ടോപ്പറിന് നേരെ തിരിഞ്ഞ് വിളിച്ചു പറഞ്ഞു. ആവേശത്തിലും ഉത്സാഹത്തിലും അയാൾ 2 കൈകളും കൂട്ടിത്തിരുമുന്നുണ്ടായിരുന്നു. സദാ സന്തോഷം സ്ഫുരിക്കുന്ന, എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖഭാവമായിരുന്നു അയാൾക്ക്. അയാളുടെ മുഖം കണ്ടിരിക്കാൻ തന്നെ എനിക്ക് രസം തോന്നി. നിങ്ങൾ ഒരു ജോലിക്കായി അവസരം കാത്തിരിക്കുകയായിരുന്നല്ലോ? അതെ സർ, തീർച്ചയായും. ആയയുടെ ജോലിക്ക്? അതെ. ശരി, എന്ത് പ്രതിഫലമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്? മാസം 4 പൗണ്ടായിരുന്നു കേണൽ മൺട്രോ എനിക്ക് നൽകിയിരുന്ന ശമ്പളമെന്ന് ഞാൻ പറഞ്ഞപ്പോ രോഷവും ആശ്ചര്യവും കൊണ്ട് കൈകൾ 2 മേലോട്ടുയർത്തി അയാൾ പറഞ്ഞു,
ഇത്രയും ആകർഷണവും യോഗ്യതയുമുള്ള ഒരു പെൺകുട്ടിക്ക് ഇത്രയും തുച്ഛമായ ഒരു തുക നൽകാൻ നാണമില്ലേ? കഷ്ടം. താങ്കൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അത്ര കൂടുതൽ യോഗ്യതയൊന്നും എനിക്കില്ല സർ. കുറച്ച് ഫ്രഞ്ചും ജർമ്മനും സംഗീതവും വശമുണ്ട്. പിന്നെ വരയ്ക്കാനും കുറച്ചറിയാം. കൂടുതലൊന്നും പറയണ്ട. മിടുക്കിയായ ഒരു ആയയ്ക്ക് വേണ്ട ഭാവവും പെരുമാറ്റ രീതികളും നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാനം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ആ ഗുണങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ചരിത്രത്തിൽ തന്നെ പ്രധാന പങ്ക് വഹിക്കാവുന്ന ഒരു കുട്ടിയെ വളർത്തി വലുതാക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് സാരം. പക്ഷെ നിങ്ങൾക്ക് ആ കഴിവുകൾ ഉണ്ടെങ്കിൽ വെറും 3 അക്കത്തിന് താഴെയുള്ള ശമ്പളം നൽകി ഒരാൾക്ക് നിങ്ങളെ എങ്ങനെ ജോലിക്ക് വെക്കാനാകും? പറയൂ. ഞാൻ നിങ്ങൾക്ക് നൽകാൻ നിശ്ചയിച്ചിരിക്കുന്ന ശമ്പളം തുടക്കത്തിൽ തന്നെ വർഷം 100 പൗണ്ടാണ്. എന്തു പറയുന്നു? എന്നെപ്പോലെ ജോലി നഷ്ടപ്പെട്ട് ഗതികെട്ടിരിക്കുന്ന ഒരാൾക്ക് ഇത്രയും വലിയ ശമ്പളം ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഞാൻ. പക്ഷെ മറുപടി പറയുന്നതിനു മുൻപ് എന്റെ മുഖത്തെ അവിശ്വസനീയമായ ഭാവം കണ്ടാവണം അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു കറൻസി നോട്ട് പുറത്തെടുത്തു. വളരെ ആകർഷകമായി അയാൾ ചിരിച്ചപ്പോൾ ആ മാംസളമായ മുഖത്തെ മടക്കുകൾക്കിടയിൽ അയാളുടെ കണ്ണുകൾ നേർത്ത വരകൾ പോലെ തോന്നി. ആ കറൻസി നോട്ട് എന്റെ നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇതെന്റെ ഒരു ശീലമായി പോയി. എന്റെ വീട്ടിൽ ജോലി സ്വീകരിച്ചു വരുന്നവർക്ക് അവരുടെ ശമ്പളത്തിന്റെ പകുതി ഞാൻ അഡ്വാൻസായി നൽകാറുണ്ട്. കാരണം അല്പസ്വല്പം വസ്ത്രങ്ങൾ വാങ്ങാനും യാത്ര ചെലവിനുമൊക്കെ ആ തുക ഉപകരിക്കും. ഇത്രയും ആകർഷണീയതയും കരുതലുമുള്ള ഒരാളെ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നി. അല്ലറ ചില്ലറ കടങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവയൊക്കെ വീട്ടാൻ ആ തുക ഉപകരിക്കുമെന്ന് ആദ്യം ചിന്തിച്ചെങ്കിലും ഉദാരമായ ആ വ്യവസ്ഥകൾക്ക് പിന്നിൽ എന്തോ ചില കുരുക്കുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എവിടെയാണ് സർ താങ്കൾ താമസിക്കുന്നത്? ഹാംഷയർ, വളരെ മനോഹരമായ നാട്ടിൻ പ്രദേശം. വിഞ്ചസ്റ്ററിൽ നിന്ന് ഒരു 5 മൈൽ അകലെ കോപ്പർ ബീച്ചസ്. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി സുന്ദരമായ ഗ്രാമപ്രദേശത്ത് വലിയൊരു ബംഗ്ലാവ്. ആകട്ടെ സർ, എന്തൊക്കെയാണ് എന്റെ ജോലികൾ? അതേക്കുറിച്ചൊന്ന് പറയാമോ? 6 വയസ്സുള്ള ഒരു കുട്ടി, മഹാവികൃതി. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് പാറ്റകളെ ചെരുപ്പ് കൊണ്ട് അവൻ അടിച്ചു കൊല്ലുന്ന കാണണം. അപ്പോൾ അവന്റെ കാര്യങ്ങൾ നോക്കുക മാത്രമാണ് എന്റെ ജോലി, അല്ലേ? അത് മാത്രമല്ല, പിന്നെ എന്റെ ഭാര്യ ആവശ്യപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ മാന്യായ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവൾ പറയാറുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശരി, ഞങ്ങൾ ഉദാരമതികളാണെങ്കിലും കർശന സ്വഭാവമുള്ളവരാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്കൊരു വസ്ത്രം നൽകിയിട്ട് അത് ധരിക്കാൻ ആവശ്യപ്പെട്ടാൽ അനുസരിക്കാതിരിക്കരുത്. മനസ്സിലായില്ല. അതുപോലെ ഇവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ എന്നൊക്കെ ആവശ്യപ്പെട്ടാൽ അവയൊന്നും പ്രശ്നമാക്കരുത്. പിന്നെ ജോലിക്ക് ചേരുന്നതിന് മുൻപ് നിങ്ങളുടെ മുടി വെട്ടി നീളം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാലും. അയ്യോ, അത് സാധിക്കില്ല സർ. താങ്കൾക്ക് തന്നെ കാണാമല്ലോ, നല്ല തഴച്ചു വളർന്ന മനോഹരമായ തവിട്ട് നിറമുള്ള മുടിയാണെനിക്ക്. അത് മുറിച്ചു കളയണമെന്ന് പറഞ്ഞാൽ ഇല്ല, അത് സാധിക്കില്ല സർ. അയ്യോ, പക്ഷെ ഈ ജോലിക്ക് ആദ്യം ആവശ്യം നിങ്ങളുടെ മുടിയുടെ നീളം കുറയ്ക്കണം എന്നതാണ്. ഈ സ്ത്രീകളുടെ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഒരു കാര്യം വിചാരിച്ചാൽ അത് നേടാതെ അവർ അടങ്ങില്ല. അപ്പോൾ നിങ്ങൾ മുടി മുറിച്ചു കളയില്ല, അല്ലേ? ഇല്ല സർ, എനിക്കത് ബുദ്ധിമുട്ടാണ്. ശരി, എന്നാൽ നിങ്ങളെ ഇഷ്ടം പോലെ. എങ്കിലും വളരെ കഷ്ടമായി പോയി. കാരണം അതൊഴിച്ചാൽ നിങ്ങൾ തന്നെയായിരുന്നു ഈ ജോലിക്ക് ഏറ്റവും യോജിച്ചത്. ശരി മിസ് ടോപ്പർ, നമുക്കെന്നാൽ ഇനി ബാക്കി കുട്ടികളെ കൂടി നോക്കാം. ഇതൊക്കെ ഒരക്ഷരം പോലും ഉരിയാടാതെ വീക്ഷിച്ചിരുന്ന മിസ് ടോപ്പർ അല്പം നീരസത്തോടെ എന്നെ നോക്കി. ഞാൻ അയാളുടെ വീട്ടിലെ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ
അവർക്ക് ലഭിക്കുമായിരുന്ന കമ്മീഷൻ നഷ്ടപ്പെട്ടതിന്റെ ദേഷ്യമായിരിക്കും കാരണം. അവരൽപ്പം ഈർഷ്യയോടെ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പേര് ഇനിയും എന്റെ രജിസ്റ്ററിൽ സൂക്ഷിക്കണോ? പ്ലീസ് മാഡം, വേണം. ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചത്. പക്ഷേ നിങ്ങളത് സ്വീകരിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി മെനക്കെടാൻ ഞങ്ങൾക്കാവില്ല. നിങ്ങൾക്ക് പോകാം. വെസ്റ്റ് എൻഡിലെ ആ ഏജൻസിയിൽ നിന്ന് നിരാശയോടെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നിരുന്നു. മാത്രമല്ല, പണമടയ്ക്കാനുള്ള 2-3 ബില്ലുകളും എന്നെ കാത്തു കിടന്നിരുന്നു. ആ ജോലി സ്വീകരിക്കാത്തത് വലിയ മണ്ടത്തരമായിപ്പോയി എന്ന് എനിക്ക് തോന്നി തുടങ്ങി. വിചിത്രമായ സ്വഭാവവിശേഷങ്ങൾ വെച്ചു പുലർത്തുന്ന അവരുടെ അസാധാരണമായ ആവശ്യങ്ങൾ അനുസരിക്കേണ്ടി വന്നാലും ആ അരക്കിറുക്കിന് തക്കതായ പ്രതിഫലം ലഭിക്കുന്നുണ്ടല്ലോ. ഇംഗ്ലണ്ടിലെ എത്ര ആയമാർക്ക് 100 പൗണ്ട് ശമ്പളമായി ലഭിക്കും? അതുമാത്രമല്ല, എന്റെ മുടി കൊണ്ട് സത്യത്തിൽ എന്താണ് എനിക്ക് പ്രയോജനം? ഇനി മുടി വെട്ടി ചെറുതാക്കി എത്രയോ പേർ കൂടുതൽ സൗന്ദര്യമുള്ളവരാകുന്നു. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. ചുരുക്കത്തിൽ നിങ്ങൾ ആ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ? അതെ. അടുത്ത ദിവസം അഭിമാനം വിഴുങ്ങി മിസ് ടോപ്പറിന്റെ ഏജൻസിയിൽ പോയി ആ ജോലി എനിക്ക് ലഭ്യമാണോ എന്ന് അന്വേഷിക്കണമെന്ന് കരുതിയപ്പോഴാണ് ദാ ഈ കത്ത് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട മിസ് ഹണ്ടർ, മിസ് ടോപ്പർ നിങ്ങളുടെ മേൽവിലാസം എനിക്ക് നൽകിയിരുന്നു. ഞാൻ ഈ കത്തെഴുതുന്നത് നിങ്ങളുടെ തീരുമാനം പുനഃപരിശോധിച്ചോ എന്നറിയാനാണ്. നിങ്ങളെക്കുറിച്ചുള്ള വർണ്ണനകൾ കേട്ടപ്പോൾ തന്നെ എന്റെ ഭാര്യയ്ക്ക് നിങ്ങൾ വളരെ ഇഷ്ടമായി. നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണവൾ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരമായി ശമ്പളം 120 പൗണ്ടാക്കി വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത്ര പ്രയാസമുള്ളതല്ല. നല്ല തിളക്കമുള്ള നീല നിറം എന്റെ ഭാര്യയ്ക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ വീട്ടിനകത്ത് ആ നിറത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് അവൾ ആവശ്യപ്പെടും. പിന്നെ അത്തരം നിറമുള്ള വസ്ത്രങ്ങൾ വാങ്ങി നിങ്ങൾ പണം കളയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ അമേരിക്കയിലെ ഫിലാഡൽഫിയയിലുള്ള ഞങ്ങളുടെ മകൾ ആലീസിന് ആ നിറത്തിലുള്ള ധാരാളം ഉടുപ്പുകളുണ്ട്. അവയെല്ലാം നിങ്ങൾക്ക് ആ അളവിൽ കൃത്യമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇടയ്ക്കിടെ അവിടെയും ഇവിടെയും ഇരിക്കാൻ പറയുന്നതും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നതും അനുസരിക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ നിങ്ങളുടെ തലമുടിയുടെ കാര്യം, അത് സങ്കടകരമായ കാര്യമാണ് എന്ന് ഞാനും സമ്മതിക്കുന്നു. കാരണം അന്ന് നിങ്ങളെ ഞാൻ കുറച്ചു നേരമേ നേരിട്ട് കണ്ടുള്ളൂവെങ്കിലും ആ തലമുടിയുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്തു ചെയ്യാം, അത് വെട്ടി ചെറുതാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോലി ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷേ ആ നഷ്ടത്തിനുള്ള പരിഹാരമായിട്ടാണ് ശമ്പളം വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കുട്ടിയെ നോക്കുന്ന ജോലിയെക്കുറിച്ച് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ജോലിക്ക് വരാൻ ശ്രമിക്കൂ. ഞാൻ വിഞ്ചസ്റ്ററിൽ കാത്തു നിൽക്കാം. വരുന്ന ട്രെയിനിന്റെ വിവരങ്ങൾ അറിയിക്കുമല്ലോ. നിങ്ങളുടെ വിശ്വസ്തൻ ജെഫ്രോ റൂകാസിൽ, കോപ്പർ ബീച്ചസ്, വിഞ്ചസ്റ്ററിന് സമീപം. ഇതാണ് എനിക്ക് ലഭിച്ച കത്തിലെ വിവരം. മിസ്റ്റർ ഹോംസ്, ഞാൻ ഈ ജോലിക്ക് ചേരാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. എന്നിരുന്നാലും അവസാന കാൽ വയ്ക്കുന്നതിനു മുൻപ് നടന്ന കാര്യങ്ങൾ മുഴുവനും താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ വന്നത്. ശരി മിസ് ഹണ്ടർ, നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞല്ലോ. അതോടെ പ്രശ്നം അവസാനിച്ചല്ലോ. പക്ഷേ ഞാൻ ഈ ജോലി സ്വീകരിക്കേണ്ടെന്ന് താങ്കൾ ഉപദേശിക്കുമോ? നോക്കൂ, എന്റെ സഹോദരിയാണ് ഇത്തരമൊരു ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നത് എങ്കിൽ ഞാൻ അത് അനുവദിക്കില്ലായിരുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾ സ്വയം ഒരു അഭിപ്രായം രൂപപ്പെടുത്തി കാണും. ഈ ജോലിയാണ് എന്റെ മുന്നിലുള്ള ഏക വഴിയെന്ന് എനിക്ക് തോന്നുന്നു. റൂകാസിൽ വളരെ അനുകമ്പയുള്ള നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ അയാളുടെ ഭാര്യ മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ ആയിക്കൂടാ എന്നില്ല. അവരെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ഭയന്ന്
ആ കാര്യം രഹസ്യമാക്കി വെക്കാനോ അതുമല്ലെങ്കിൽ അത് കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ ഒരുപക്ഷെ അവരുടെ ചെറിയ ചെറിയ പ്രത്യേക ഉദ്ദേശമില്ലാത്ത ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനാണെങ്കിലോ? ആയിരിക്കാം, അങ്ങനെയും സാധ്യതകളുണ്ടായേക്കാം. എന്തായാലും ഒരു ചെറുപ്പക്കാരിക്ക് ജോലി ചെയ്യാൻ പറ്റിയ സ്ഥലമാണത് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പണം, മിസ്റ്റർ ഹോംസ്, അവർ നൽകുന്ന പണം... തീർച്ചയായും അവർ നൽകുന്ന പ്രതിഫലം വളരെ നല്ലതാണ്, അല്ല വളരെ വലുതാണ്. അതാണ് എനിക്ക് സംശയമുണ്ടാക്കുന്നത്. എന്തിനാണ് അവർ നിങ്ങൾക്ക് 120 പൗണ്ട് നൽകുന്നത്? അതും വെറും 40 പൗണ്ടിന് മറ്റൊരാളെ എളുപ്പത്തിൽ ലഭിക്കുമ്പോൾ? അതിനു പിന്നിൽ എന്തോ വലിയൊരു കാരണമുണ്ട്. എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും സഹായം വേണ്ടിവരികയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകുമല്ലോ എന്ന് കരുതിയാണ് എന്റെ സാഹചര്യങ്ങൾ മുഴുവൻ ഞാൻ വിശദമായി പറഞ്ഞു തന്നത്. താങ്കൾ എന്നെ സഹായിക്കുമെങ്കിൽ എനിക്ക് കൂടുതൽ ധൈര്യമുണ്ടാകും. ശരി, എന്തായാലും ആ വിശ്വാസം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ എന്റെ മുന്നിൽ വന്ന കേസുകളിൽ ഏറ്റവും രസകരമാണ് നിങ്ങളുടെ ഈ ചെറിയ പ്രശ്നം. തികച്ചും പുതുമയുള്ള പ്രത്യേകതകൾ ഇതിലെ ചില സംഭവങ്ങളിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയോ ചെയ്താൽ... ആപത്തോ? എന്താപത്താണ് താങ്കൾ ഇതിൽ കാണുന്നത്? നമ്മൾ അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞാൽ അത് അപകടമല്ലാതെയാകും. ശരി, ഏത് സമയമായാലും, രാത്രിയോ പകലോ, എപ്പോഴായാലും ഒരു ടെലിഗ്രാം മതി, ഞാൻ നിങ്ങളുടെ സഹായത്തിനെത്തും. അത് മതി. ഇനി ശാന്തമായ മനസ്സുമായി എനിക്ക് ഹാംഷെയറിലേക്ക് പോവാം. ഞാൻ മിസ്റ്റർ റൂക്കാസിലിന് ഇപ്പോൾ തന്നെ മറുപടി അയക്കാം. എന്റെ തലമുടി ഇന്ന് രാത്രി തന്നെ ഞാൻ ബലി കഴിക്കാം. നാളെ തന്നെ ഞാൻ വിഞ്ചസ്റ്ററിലേക്ക് പോവും. ശരി മിസ്റ്റർ ഹോംസ്. ഡോക്ടർ വാട്സൺ, നന്ദി. ശരി, അങ്ങനെയാകട്ടെ മിസ് ഹണ്ടർ. വാട്സൺ, ടെലിഗ്രാം കണ്ടോ? ഇത് മിസ് വയലറ്റ് ഹണ്ടറിന്റെ ടെലിഗ്രാം ആണല്ലോ. 2 ആഴ്ചയല്ലേ ആയുള്ളൂ മിസ് വയലറ്റ് കോപ്പർ ബീച്ചസിൽ ജോലിക്ക് ചേർന്നിട്ട്. നിസ്സാരമായ ജോലി, എടുത്താൽ പൊങ്ങാത്ത ശമ്പളം. വിചിത്രമായിരിക്കുന്നു ചുറ്റുപാടുകൾ. അവയെല്ലാം സൂചിപ്പിക്കുന്നത് തന്നെ അസാധാരണമായ എന്തോ ഒരു കാരണം ഇതിന് പിന്നിലുണ്ടെന്നാണ്. ആ വീട്ടുകാരുടെ അരക്കിറുക്കാണോ അതോ ആസൂത്രിതമായ ഒരു കെണിയാണോ? റൂക്കാസിൽ യഥാർത്ഥത്തിൽ നല്ല മനുഷ്യനാണോ അതോ വില്ലനോ? ഹോംസ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് നോക്കാറുണ്ട്. ശരി വാട്സൺ, നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? തീർച്ചയായും, ഞാനും വരാം. എന്നാൽ അവിടെ എത്താനുള്ള ട്രെയിൻ വിവരങ്ങൾ ഒന്ന് നോക്കി പറയൂ. ഇതാ, രാവിലെ 9:30 മണിക്ക് ഒരു ട്രെയിനുണ്ട്. അത് കൃത്യം 11:30 ആവുമ്പോൾ വിഞ്ചസ്റ്ററിലെത്തും. അത് മതി. അസറ്റോൺ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ ഞാൻ തൽക്കാലം നിർത്തിവെക്കാം. നാളെ രാവിലെ നമുക്ക് പുറപ്പെടണമല്ലോ. എത്ര മനോഹരം! നല്ല ഇളം നീലാകാശം. ശരിക്കും വസന്തകാലത്തിന്റെ എല്ലാ ഭംഗിയും പ്രകാശവുമുള്ള ദിവസം.
പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് നീങ്ങുന്ന പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘകഷണങ്ങൾ. ചുറ്റുമുള്ള പച്ചപ്പരപ്പിൽ ഇടയ്ക്കിടെ കർഷക ഭവനങ്ങളുടെയും തൊഴുത്തുകളുടെയും ചുവപ്പും തവിട്ടും നിറത്തിലുള്ള കൂരകൾ ഒളിഞ്ഞു നോക്കുന്നു. എന്തൊരു മനോഹരമായ കാഴ്ച അല്ലേ ഹോംസ്? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ വാട്സൺ? ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ബദ്ധശ്രദ്ധനായ എന്നെപ്പോലുള്ളവരുടെ മനസ്സുകളുടെ ശാപം എന്താണെന്ന് പറയട്ടെ. ഈ മനോഹരമായ പച്ചപ്പിനിടയിലെ വീടുകളുടെ ശാന്തതയും സ്വച്ഛതയും നോക്കി നിങ്ങൾ അത്ഭുതപ്പെടുന്നു, സന്തോഷിക്കുന്നു. പക്ഷെ ഞാൻ അവയെ വീക്ഷിക്കുമ്പോൾ ആലോചിക്കുന്നത് ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ നിലകൊള്ളുന്ന അവിടങ്ങളിൽ അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഹോ ദൈവമേ, ഇത്രയും സുന്ദരമായ നാട്ടിൻപുറങ്ങളിലും അവിടുത്തെ ശാന്തമായ ഗൃഹാന്തരീക്ഷങ്ങളിലും കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവെന്ന് എങ്ങനെ ചിന്തിക്കാനാവും? നിങ്ങൾക്കവ കാണുമ്പോൾ ആഹ്ലാദമായിരിക്കും തോന്നുക. പക്ഷെ എന്നിൽ ഈ ദൃശ്യങ്ങളുണ്ടാക്കുന്നത് ഭയമാണ്. ഇത്രയും നാളത്തെ ഈ മേഖലയിൽ നിന്നുള്ള എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ലണ്ടൻ പട്ടണത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവർ പാർക്കുന്ന തെരുവുകളിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് മന്ദഹസിച്ചു നിൽക്കുന്ന ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലാണ് എന്നാണ് പോലീസ് റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. ഹോംസ്, നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നു. കാരണം വളരെ ലളിതമാണ്. ഒരു നഗരത്തിൽ നിയമത്തിന് ചെയ്യാനാവാത്തത് പൊതുജനാഭിപ്രായത്തിന് സമ്മർദ്ദം മൂലം നടത്താനാവും. ഒരു കുട്ടിയുടെ കരച്ചിലോ, ഒരു സ്ത്രീയുടെ നിലവിളിയോ, ഒരു മദ്യപന്റെ ആക്രോശമോ തൊട്ടടുത്തുള്ള വീട്ടിൽ പ്രതികരണമുണ്ടാക്കും. പക്ഷേ അത്രത്തോളം സാമൂഹിക ബോധമില്ലാത്ത ആളുകൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഇത്തരം പ്രദേശങ്ങളിലോ? ഇപ്പോൾ നമ്മുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന ആ യുവതി വിൻചെസ്റ്റർ നഗരത്തിലായിരുന്നുവെങ്കിൽ എനിക്ക് അവളെക്കുറിച്ച് അത്ര ആശങ്ക തോന്നില്ലായിരുന്നു. പക്ഷേ 5 മൈലിലധികം ദൂരെയുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് അവൾ ജോലി ചെയ്യുന്നത്. അതാണ് അപായ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ വ്യക്തിപരമായി അവൾക്ക് ഭീഷണിയൊന്നും ഇല്ലെന്നും ഊഹിക്കേണ്ടിയിരിക്കുന്നു. അവൾക്ക് നമ്മളെ കാണാൻ വിൻചെസ്റ്ററിലേക്ക് യാത്ര ചെയ്തു വരാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ശരിയാണ്, അവൾ സ്വതന്ത്രയാണ്. പിന്നെ എന്താവും കാരണം? എന്തെങ്കിലും വിശദീകരണം താങ്കൾക്ക് നൽകാനാവുമോ ഹോംസ്? ഞാനൊരു 7 കാരണങ്ങൾ ഊഹിക്കുന്നുണ്ട്. അതിലേതാവും ശരിയെന്ന് ഇനി മിസ് ഹണ്ടർ നൽകുന്ന വസ്തുതകൾ കൂടി അറിഞ്ഞ ശേഷമേ നിശ്ചയിക്കാനാവൂ. ഇതാ വിൻചെസ്റ്റർ സ്റ്റേഷൻ എത്തി. നമുക്കിറങ്ങാം, വരൂ. നിങ്ങൾ രണ്ടുപേരും വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സത്യത്തിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. താങ്കളുടെ ഉപദേശം ഈ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. പറയൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കല്പം ധൃതിയുണ്ട്. 3 മണിക്ക് തിരിച്ച് കോപ്പർ ബീച്ചസിൽ എത്താമെന്നാണ് ഞാൻ ഉറപ്പു പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ വരുന്നത് എന്തിനാണ് എന്നതിനെക്കുറിച്ച് റൂക്കാസിലിന് അറിവില്ലെങ്കിലും അയാളുടെ അനുവാദം വാങ്ങിയാ ഞാൻ വന്നിരിക്കുന്നത്. ശരി, നടന്ന കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് പറയൂ. ആദ്യമേ ഞാൻ പറയട്ടെ, മിസ്റ്റർ റൂക്കാസിലും അയാളുടെ ഭാര്യയും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ അവരെയും അവരുടെ പ്രവൃത്തികളെയും മനസ്സിലാക്കാൻ എനിക്കാവുന്നില്ല. അവരോടൊപ്പം കഴിയുമ്പോ എന്റെ മനസ്സിനെന്തോ അസ്വസ്ഥതയാണ്. എന്താണ് നിങ്ങൾക്ക് മിസ്റ്റർ റൂക്കാസിലിനെയും അയാളുടെ ഭാര്യയും കുറിച്ച് മനസ്സിലാകാത്തത്? അവരുടെ വിചിത്രമായ പെരുമാറ്റത്തിന്റെ കാരണങ്ങളാണ് എനിക്ക് പിടികിട്ടാത്തത്. ഞാൻ ഈ ജോലിക്ക് ചേരാൻ വന്നപ്പോൾ റൂക്കാസിൽ എന്നെ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോപ്പർ ബീച്ചസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വളരെ മനോഹരമായ നാട്ടിൻപുറമാണെങ്കിലും ആ വീട് അത്ര സുന്ദരമല്ലായിരുന്നു.
ഒരു വലിയ ചതുരം പോലുള്ള ആ വീടിന്റെ ഭിത്തികളിൽ വെള്ള പൂശിയിരുന്നുവെങ്കിലും പലയിടത്തും അഴുക്കും നനവും പിടിച്ചു കിടന്നിരുന്നു. വീടിന്റെ 3 വശങ്ങളും കാട് പിടിച്ചു കിടക്കുന്നു. മുൻവശം വിശാലമായ ഒരു ചരിവാണ്. അത് സതാംപ്ടൺ ഹൈവേ റോഡിൽ അവസാനിക്കുന്നു. ആ തുറസായ ചരിവ് വീട്ടുകാരുടേതാണ്. പക്ഷേ മറ്റ് 3 വശങ്ങളിലുമുള്ള കാട്ടുപ്രദേശമാകട്ടെ സതേൺടൺ പ്രഭുവിന്റേതും. വീട്ടിനു മുന്നിൽ മനോഹരങ്ങളായ കുറച്ച് ബീച്ച് വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. സൂര്യപ്രകാശത്തിൽ അതിന്റെ ഇലകൾ വെട്ടിത്തിളങ്ങും. അതുകൊണ്ടാണ് കോപ്പർ ബീച്ചസ് എന്ന പേര് വന്നത്. ശരി, അയാളുടെ വീട്ടിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഞാൻ ആദ്യം കണ്ടതുപോലെ സന്തോഷവാനായിരുന്നു മിസ്റ്റർ റൂക്കാസിൽ. വീട്ടിലെത്തിയപ്പോൾ അയാൾ ഭാര്യയും മകനെയും പരിചയപ്പെടുത്തി. ബേക്കർ തെരുവിലെ താങ്കളുടെ വീട്ടിൽ വെച്ച് നമ്മൾ സംശയിച്ചതുപോലെ അയാളുടെ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. റൂക്കാസിലിനേക്കാൾ വളരെ പ്രായം കുറഞ്ഞ അവർ, അധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത വിളറിയ മുഖമുള്ള 30 വയസ്സിനടുപ്പിച്ച് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അയാൾക്കാകട്ടെ ഏകദേശം 45-നടുത്ത് പ്രായം കാണും. അവരുടെ സംഭാഷണത്തിൽ നിന്ന് ഉദ്ദേശം ഒരു 7 കൊല്ലം മുമ്പായിരുന്നു വിവാഹമെന്ന് ഞാൻ ഊഹിച്ചു. റൂക്കാസിലിന്റെ ആദ്യ ഭാര്യയിലുള്ള മകൾ അമേരിക്കയിലെ ഫിലാഡൽഫിയയിലാണ്. രണ്ടാനമ്മയുമായി ഒരുമിച്ച് കഴിയാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് അവിടേക്ക് പോയതെന്ന് പിന്നീട് രഹസ്യമായി റൂക്കാസിൽ എന്നോട് പറഞ്ഞു. അയാളുടെ മകൾക്ക് ഏകദേശം ഒരു 20 വയസ്സ് കാണും. അതുകൊണ്ട് യുവതിയായ രണ്ടാനമ്മയുമായി പ്രശ്നങ്ങളുണ്ടായിക്കാണും. റൂക്കാസിലിന്റെ ഭാര്യ എങ്ങനെയുള്ള സ്ത്രീയാണ്? പ്രത്യേകിച്ച് ഒരു ഗുണവും പറയാനില്ലാത്ത സ്ത്രീയാണ് മിസ്സിസ് റൂക്കാസിൽ. അവരോട് എനിക്ക് പ്രത്യേകിച്ച് സ്നേഹമോ ദേഷ്യമോ ഇല്ല. ആ വീട്ടിൽ തികച്ചും ഒരു അപ്രധാന വ്യക്തിയാണവർ. പക്ഷേ അവരുടെ ഭർത്താവിന്റെയും മകന്റെയും കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവാണ്. അവരുടെ ഓരോ ചെറിയ ആവശ്യങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് മിസ്സിസ് റൂക്കാസിലിന്റെ മങ്ങിയ ചാരനിറമുള്ള കണ്ണുകൾ ഇരുവരിലും മാറി മാറി പതിയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. മിസ്റ്റർ റൂക്കാസിൽ ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? വളരെ സ്നേഹത്തോടെ, തികച്ചും സന്തുഷ്ടമായ ദാമ്പത്യം. എന്നിരുന്നാലും മിസ്സിസ് റൂക്കാസിലിന് ഒരു സ്വകാര്യ ദുഃഖമുണ്ടെന്ന് എനിക്ക് തോന്നി. എപ്പോഴും ദുഃഖഭാവവുമായി ഗഹനമായ ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന അവർ 2-3 തവണ കണ്ണീരൊഴുക്കുന്നതും ഞാൻ കണ്ടു. മകന്റെ സ്വഭാവത്തെക്കുറിച്ചായിരിക്കണം അവരുടെ സങ്കടമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും ദുസ്വഭാവവും അക്രമവാസനയുമുള്ള ഒരു പയ്യനെ ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല. അവനെയാണോ നിങ്ങൾ നോക്കി വളർത്തേണ്ടത്? വയസ്സിനനുസരിച്ച് അവന് ശരീര വളർച്ചയില്ല. ദേഹത്തേക്കാൾ വലിയ തലയാണ് പയ്യന്. തന്നേക്കാൾ ദുർബലരെ വേദനിപ്പിക്കുക എന്നതാണ് അവന്റെ ഇഷ്ടവിനോദം. ചെറിയ പക്ഷികളെയും പ്രാണികളെയും എലികളെയും പിടികൂടി ഉപദ്രവിച്ച് കൊല്ലാനുള്ള അവന്റെ കഴിവ് അപാരമാണ്. പക്ഷേ അവനെക്കുറിച്ച് ഞാൻ ഇവിടെ കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടോ? കാരണം ഈ കഥയിൽ അവന് വലിയ പങ്കില്ല. ആവശ്യമുള്ളതോ ഇല്ലാത്തതോ വിശദമായ എല്ലാ വിവരങ്ങളുമാണ് എനിക്ക് വേണ്ടത്. ശരി, പ്രധാനപ്പെട്ടതൊന്നും ഒഴിവാക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. തുടക്കത്തിലേ എനിക്ക് തോന്നിയ ആ വീട്ടിലെ ഏറ്റവും അസുഖകരമായ കാര്യം അവിടുത്തെ വേലക്കാരുടെ രൂപവും പെരുമാറ്റവുമാണ്. 2 പേരേ ഉള്ളൂ, ഒരു ഭാര്യയും ഭർത്താവും. ടോളർ സംസ്കാരശൂന്യനും മുരടനുമാണ്. എപ്പോഴും മദ്യം മണക്കുന്ന അയാൾക്ക് നരച്ച മുടിയും കൃതാവുമാണ്. ഞാനവിടെ എത്തിയ ശേഷം 2 തവണ അയാൾ കുടിച്ച് ലക്ക് കിട്ടും. പക്ഷേ റൂക്കാസിൽ അതൊന്നും ശ്രദ്ധിക്കാറേയില്ല. നല്ല ഉയരമുള്ള ഉറച്ച ശരീരമുള്ള മിസസ് ടോളർ കാർക്കശ്യ മുഖഭാവമുള്ള അധികം സംസാരിക്കാത്ത സ്ത്രീയാണ്. ഒട്ടും സന്തോഷമില്ലാത്ത ദമ്പതികളായിരുന്നു അവർ. എന്റെ ഭാഗ്യത്തിന് ഞാൻ അധികവും എന്റെ മുറിയിലോ പയ്യന്റെ അടുത്തോ ആവും. അപ്പോൾ അവരുടെ വിചിത്രമായ ആജ്ഞകളൊന്നും നിങ്ങൾക്ക് അനുസരിക്കേണ്ടി വന്നില്ലേ ഈ ദിവസങ്ങളിൽ? ആദ്യത്തെ 2 ദിവസം പറയത്തക്ക സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ 3-ാം ദിവസം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് മിസസ് റൂക്കാസിൽ അവരുടെ ഭർത്താവിനോട് ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ ആഗ്രഹമനുസരിച്ച്
തലമുടി വെട്ടിയതിൽ ഞങ്ങൾ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു മിസ് ഹണ്ടർ. അതുകൊണ്ട് നിങ്ങളുടെ രൂപത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായും പറയാൻ കഴിയും. ഇനി ഒരു തിളങ്ങുന്ന നീല നിറമുള്ള ഉടുപ്പ് നിങ്ങൾ ധരിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാം. അത് നിങ്ങളുടെ മുറിയിൽ കിടക്കയിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അണിഞ്ഞു കണ്ടാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാകും. നീലയുടെ ഒരു പ്രത്യേക വർണ്ണത്തിലുള്ള ഉടുപ്പായിരുന്നു അവർ എനിക്ക് ധരിക്കാനായി സൂക്ഷിച്ചു വെച്ചിരുന്നത്. അത് ആരോ മുമ്പ് ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തം. എന്റെ അളവെടുത്ത് തയ്പ്പിച്ചതുപോലെ എന്റെ ശരീരത്തിന് കൃത്യമായും യോജിച്ചതായിരുന്നു ആ ഉടുപ്പ്. അത് ധരിച്ച എന്നെ കണ്ടപ്പോൾ ഭർത്താവും ഭാര്യയും അത്യധികം സന്തോഷം പ്രകടിപ്പിച്ചു. അത് കുറച്ച് കൃത്രിമമാണെന്ന് എനിക്ക് തോന്നി. നിലം വരെ എത്തുന്ന 3 വലിയ ജനാലകൾ അലങ്കരിക്കുന്ന ആ വീടിന്റെ മുൻഭാഗം മുഴുവനായും പരന്നുകിടക്കുന്ന വിശാലമായ സ്വീകരണ മുറിയിലായിരുന്നു ഞങ്ങളപ്പോൾ. അതിമനോഹരം, ഗംഭീരം. നിങ്ങൾക്ക് ഈ ഉടുപ്പ് സുന്ദരമായി യോജിക്കുന്നു. ഇനി ആ നടുക്കുള്ള ജനലിന് സമീപമിട്ടിരിക്കുന്ന കസേരയിൽ ഞങ്ങൾക്ക് അഭിമുഖമായിരിക്കൂ. ഞാൻ അയാൾ പറഞ്ഞതുപോലെ ജനലിനടുത്ത് കസേരയിലിരുന്നു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്റെ മുഖം കാണാനാവാത്ത വിധത്തിലാണ് എന്നോടിരിക്കാൻ നിർദ്ദേശിച്ചത്. പിന്നീട് റൂക്കാസിൽ വളരെ സരസമായി നേരം പോക്കുകൾ പറഞ്ഞു തുടങ്ങി. ഫലിതപ്രിയനായ അയാളുടെ സംഭാഷണം കേട്ട് എനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. ആണോ? എനിക്ക് വിശ്വസിക്കാൻ വയ്യ. എന്തായാലും നല്ല രസമുണ്ട്. ഇനി ഞാൻ പറഞ്ഞ സംഭവത്തിലെ കഥാപാത്രത്തിന്റെ മറ്റൊരു മണ്ടത്തരം പറയാം, കേട്ടോളൂ. ഓ, എനിക്കിനി ചിരിക്കാൻ വയ്യ. അയാൾ എന്ത് ചെയ്തു എന്നാണ്? അല്ലെങ്കിൽ വേണ്ട, മണിക്കൂർ 1 അത് ഇനി ഒരിക്കലാവട്ടെ. ഇനി നിങ്ങൾ ഉടുപ്പ് മാറ്റി എഡ്വേർഡിന്റെ മുറിയിലേക്ക് പോയിക്കോളൂ. ശരി മിസ്റ്റർ റൂക്കാസിൽ. ഞങ്ങൾ സംസാരിച്ച് രസിച്ചിരുന്ന സമയം മുഴുവനും റൂക്കാസിലിന്റെ ഭാര്യ അതൊന്നും ശ്രദ്ധിക്കാതെ പതിവ് പോലെ വിഷാദവും ആകാംക്ഷയും കലർന്ന മുഖഭാവവുമായി മടിയിൽ കൈകൾ വെച്ചിരിക്കുകയായിരുന്നു. ഈ രംഗം ആവർത്തിച്ചു അല്ലേ? അതെ, 2 ദിവസം കഴിഞ്ഞ് ഇതുപോലെ കാര്യങ്ങൾ ആവർത്തിച്ചു. ആ തിളങ്ങുന്ന നീല ഉടുപ്പണിഞ്ഞ് ഞാൻ നടുഭാഗത്തുള്ള ജനാലയ്ക്കടുത്തുള്ള കസേരയിലിരുന്നപ്പോൾ റൂക്കാസിൽ നേരം പോക്കുകൾ പറഞ്ഞു തുടങ്ങി. പക്ഷേ അല്പനേരം കഴിഞ്ഞ് അയാൾ ഒരു പുസ്തകമെടുത്ത് എന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ശരി മിസ് ഹണ്ടർ, എനിക്ക് ഒരു ഉപകാരം ചെയ്യൂ. ഈ പുസ്തകം ഒന്ന് വായിച്ചു തരൂ. കസേര കുറച്ചുകൂടി ചരിച്ചിട്ടോളൂ. നിങ്ങളുടെ നിഴൽ പുസ്തകത്തിൽ വീഴണ്ട. ഉറക്കെ വായിക്കൂ. ശരി, മതി 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 മിസ് ഹണ്ടർ. ഇനി വേഷം മാറ്റി നിങ്ങളുടെ ജോലിക്ക് പോയിക്കോളൂ. അവരുടെ ഇത്തരത്തിലുള്ള വിചിത്രമായ പെരുമാറ്റത്തിന്റെ കാരണമെന്തെന്ന് ആലോചിച്ച് ഞാൻ എത്ര അത്ഭുതപ്പെട്ടുവെന്ന് താങ്കൾക്ക് ഊഹിക്കാമല്ലോ മിസ്റ്റർ ഹോംസ്. അതെ. ജനലിന് പുറംതിരിഞ്ഞിരിക്കാൻ അവർ നിർബന്ധിക്കുന്നതുകൊണ്ട് എന്റെ പുറകിൽ വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ എനിക്ക് വല്ലാത്ത ആകാംക്ഷയുണ്ടായി. ആദ്യം അത് സാധ്യമല്ലെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് ഞാൻ ഒരു മാർഗം കണ്ടുപിടിച്ചു. അതെന്താണ്? മുഖം നോക്കുന്ന എന്റെ ചെറിയ കണ്ണാടി ഉടഞ്ഞുപോയപ്പോ ഒരു ഉപായം എന്റെ മനസ്സിലെത്തി. ആ കണ്ണാടിയുടെ ഉടഞ്ഞ ഒരു കഷ്ണം ഞാൻ എന്റെ തൂവാലയിൽ ഒളിപ്പിച്ചുവെച്ചു. അടുത്ത തവണ അയാൾ എന്നെ കസേരയിലിരുത്തി കഥകൾ പറയാൻ തുടങ്ങിയപ്പോൾ ചിരിക്കുന്നതിനിടയിൽ ഞാൻ പതുക്കെ തൂവാല കണ്ണിനരികിലേക്ക് ഉയർത്തി അതിനകത്തെ കണ്ണാടി കഷ്ണത്തിലൂടെ എന്റെ പുറകിൽ വെളിയിൽ നടക്കുന്നതെന്താണെന്ന് കാണാൻ ശ്രമിച്ചു. എന്നിട്ട് എന്തെങ്കിലും കാണാൻ കഴിഞ്ഞോ? ആദ്യത്തെ തവണ ഞാനൊന്നും കണ്ടില്ല. പക്ഷെ രണ്ടാമത് ഞാൻ ചിരിക്കുന്നതിനിടയിൽ തൂവാല ഉയർത്തി കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഞാൻ ആ കാഴ്ച കണ്ടു. എന്താണ് നിങ്ങൾ കണ്ടത്?
പുറത്ത് ഹൈവേ റോഡിൽ ഒരാൾ ഞാനിരിക്കുന്ന ജനാലയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. തിരക്കുള്ള റോഡായിരുന്നതിനാൽ ധാരാളം പേർ അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അയാൾ ആ വീടിന്റെ വേലിയിൽ പിടിച്ച് ഞാനിരിക്കുന്ന ജനലിലേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ തൂവാല താഴ്ത്തിയപ്പോൾ മിസ്സസ് റൂക്കാസിൽ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ കള്ളക്കളി അവർക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നിയെങ്കിലും അവരൊന്നും പറഞ്ഞില്ല. അവരെഴുന്നേറ്റ് അല്പം ഉറക്കെ തന്നെ പറഞ്ഞു, കണ്ടില്ലേ, ആ റോഡിൽ നിന്ന് മര്യാദയില്ലാത്തൊരുത്തൻ ഹണ്ടറിനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അയാൾ ആരാണ്? നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ആണോ? അല്ല, ഈ പ്രദേശത്ത് ആരെയും എനിക്ക് പരിചയമേ ഇല്ല. ഓ, എത്ര ധിക്കാരിയാണ് അയാൾ! നാണമില്ലാത്തവൻ. മിസ് ഹണ്ടർ, തിരിഞ്ഞയാളോട് അവിടെ നിന്ന് മാറിപ്പോകാൻ ആംഗ്യം കാണിക്കൂ. ഓ, സാരമില്ല, ഞാൻ അതൊന്നും കാര്യമാക്കുന്നേയില്ല. അല്ലല്ല, അങ്ങനെയല്ല. അല്ലെങ്കിൽ അയാൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. അതുകൊണ്ട് ദയവേത് പോകാൻ അയാളോട് ജനലിലൂടെ ആംഗ്യം കാണിക്കൂ. ഞാൻ മിസ്റ്റർ റൂക്കാസിൽ പറഞ്ഞതുപോലെ പുറത്ത് റോഡിൽ നിന്നിരുന്ന തവിട്ട് നിറത്തിലുള്ള സ്വീറ്റ് ധരിച്ച ചെറിയ താടിയുള്ള ആ മനുഷ്യനോട് പോകാൻ ആംഗ്യം കാട്ടി. ഉടൻ തന്നെ മിസ്സസ് റൂക്കാസിൽ ജനലിലെ ബ്ലൈൻഡ്സ് താഴ്ത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നെ എന്താണ് നടന്നത്? പിന്നീട് എനിക്ക് ആ നീലക്കുപ്പായം ധരിക്കേണ്ടി വന്നില്ല. ജനലിനടുത്ത് ഇരിക്കേണ്ടിയും വന്നില്ല. നിങ്ങളുടെ വിവരണം നല്ല രസമുള്ളതും ഉദ്വേഗജനകവുമാണ്. തുടരൂ. ഇനി ഞാൻ വിവരിക്കാൻ പോകുന്ന സംഭവങ്ങൾ ഈ പറഞ്ഞതുമായി ബന്ധമുണ്ടോ എന്നറിയില്ല. എങ്കിലും ഞാൻ പറയട്ടെ. ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് കേട്ടാലല്ലേ തീരുമാനിക്കാനാവൂ. ഞാൻ കോപ്പർ ബീച്ചസിലെത്തിയ ആദ്യ ദിവസം തന്നെ റൂക്കാസിൽ എന്നെ അടുക്കള വാതിലിനടുത്തുള്ള ഒരു ചെറിയ ഔട്ട് ഹൌസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ അതിനടുത്തെത്തിയപ്പോൾ ചങ്ങലയുടെ കിലുക്കവും ഒരു വലിയ മൃഗം നടക്കുന്നതിന്റെ കാലടി ശബ്ദവും കേട്ടു. നോക്കൂ മിസ് ഹണ്ടർ, ഈ വാതിലിന്റെ വിടവിലൂടെ. ഓ, എന്താണിത്? രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ, ഇരുട്ടിൽ ചുരുണ്ടു കിടക്കുന്ന ഒരു ഭീകര രൂപം. എന്താണത്? സൂക്ഷിച്ചു നോക്കൂ. നല്ല സുന്ദരൻ അല്ലേ? ഇതാണ് കാർലോ, എന്റെ വേട്ടനായ. എന്റേതാണെന്ന് പറഞ്ഞാലും നമ്മുടെ വയസ്സൻ വേലക്കാരൻ ടോളറില്ലേ, അയാൾക്ക് മാത്രമേ ഇവനുമേൽ നിയന്ത്രണമുള്ളൂ. ഞങ്ങൾ ഒരു നേരമേ ഇവന് ഭക്ഷണം നൽകാറുള്ളൂ, അതും വളരെ കുറച്ചു മാത്രവും. അതുകൊണ്ട് ഇവനെപ്പോഴും വിശപ്പാണ്. ആരെ കണ്ടാലും കടിച്ചു കീറും. എന്നും രാത്രി ടോളർ ഇവനെ അഴിച്ചുവിടും. പിന്നെ ഈ പുരയിടത്തിൽ കിടക്കുന്നവനെ ദൈവത്തിന് പോലും രക്ഷിക്കാനാവില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ഇല്ല, എന്താണ്? ഒരു കാരണവശാലും നിങ്ങൾ രാത്രിയിൽ മുറിക്ക് പുറത്തിറങ്ങരുത്. നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. അയാൾ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഉറക്കം നഷ്ടപ്പെട്ട ഞാൻ 2 മണിയോടെ എന്റെ മുറിയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. നല്ല നിലാവുള്ള രാത്രിയായതിനാൽ പകൽ പോലെ വെളിച്ചം മുറ്റത്തും പറമ്പിലും പരന്നു കിടന്നിരുന്നു. ബീച്ച് മരങ്ങൾക്ക് താഴെ ഒരനക്കം കണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു പശുക്കുട്ടിയുടെ വലിപ്പമുള്ള ഒരു ഭീകരൻ നായ അത് മുറ്റത്തൂടെ നടന്ന് മറുവശത്തെ നിഴലിലേക്ക് അപ്രത്യക്ഷമായി. അതിന്റെ ഭീകര രൂപം കണ്ട് പേടിച്ച് ഞാൻ കുറച്ചു നേരം തരിച്ചു നിന്നുപോയി. ഇനി കോപ്പർ ബീച്ചസിലെ വിചിത്രമായ മറ്റൊരനുഭവം പറയാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ലണ്ടനിൽ വെച്ച് തന്നെ ഞാൻ എന്റെ മുടി മുറിച്ചിരുന്നു. അത് ചെയ്യുമെന്ന് നിങ്ങൾ അന്ന് എന്നെ കാണാൻ വന്നിരുന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ. അന്ന് മുറിച്ച മുടി ഞാൻ എന്റെ ട്രങ്ക് പെട്ടിയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്നു. കുട്ടി ഉറങ്ങിയ ശേഷം ഞാൻ എന്റെ മുറിയിലെ അലമാരകളിലും മേശകളിലുമൊക്കെയായി തുണിയും മറ്റ് സാധനങ്ങളും അടുക്കി വെക്കുകയായിരുന്നു. 3 വലിപ്പുകളുള്ള
ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സിലെ മുകളിലത്തെ 2 വലിപ്പുകളിൽ ഞാൻ കുറെ സാധനങ്ങൾ വെച്ച് ബാക്കി താഴത്തെ വലിപ്പിൽ വെക്കാമെന്ന് കരുതി പരിശോധിച്ചപ്പോൾ അത് പൂട്ടിയിരുന്നു. മുറിയിലുണ്ടായിരുന്ന താക്കോൽ കൂട്ടത്തിലെ ഒരു താക്കോലിട്ട് തിരിച്ചതും അത് തുറന്നു വന്നു. എന്തായിരുന്നു അതിനകത്ത്? ഒരു സാധനം മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു അത്? പറയൂ. എന്റെ മുറിച്ച മുടിയുടെ ബാക്കി. അതെങ്ങനെ അവിടെ വന്നു? അസംഭവ്യം. ഞാൻ ആകെ അമ്പരന്നു. വിറയ്ക്കുന്ന കൈകളോടെ അതെടുത്തു നോക്കി പരിശോധിച്ചു. അതേ നിറം, അതേ കട്ടി. എങ്ങനെയാണ് എന്റെ പെട്ടിയിൽ ഞാൻ പൂട്ടിവെച്ചിരുന്ന ആ മുടി ആ മേശവലിപ്പിലെത്തിയത്? ആ രാത്രിയിൽ ഞാൻ അത് ആലോചിച്ച് ഭയന്ന് വിറച്ചു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ പതുക്കെ ആ മുടിയുമായി എന്റെ പെട്ടിക്കരികിലേക്ക് പോയി. പെട്ടി തുറന്ന് അതിലെ സാധനങ്ങളൊക്കെ വാരി പുറത്തിട്ടു. ഏറ്റവും അടിയിൽ എന്റെ മുടി ഞാൻ വെച്ചതുപോലെ. 2 മുടിക്കെട്ടും ഞാനെടുത്ത് ചേർത്ത് വെച്ച് പരിശോധിച്ചു. അതിശയം! ഒരേപോലെ നിറവും നീളവും കട്ടിയും എല്ലാം ഒരേപോലെ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പേടിച്ച് ആ മുടി കഷ്ണം ആ മേശവലിപ്പിൽ വെച്ച് അടച്ചു. മിസ്റ്റർ റൂക്കാസലിനോട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അതുമാത്രമല്ല, മുടി വെച്ച് പൂട്ടിയിരുന്ന ആ മേശ തുറന്നു നോക്കിയത് തെറ്റായി പോയെന്ന് തോന്നുകയും ചെയ്തു. ഇനിയുമുണ്ടോ കോപ്പർ ബീച്ചസിലെ അനുഭവങ്ങൾ? ഞാൻ പൊതുവെ ഏത് കാര്യവും നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന സ്വഭാവമുള്ള ആളാണ്. ആ വീടിന്റെ മൊത്തത്തിലുള്ള രൂപം ഞാൻ പഠിച്ചിരുന്നു. അതിന്റെ ഒരു വശത്ത് ആരും താമസമില്ല. പടികളിൽ അവസാനിക്കുന്ന അതിന്റെ വാതിൽ തുറക്കുന്നത് റൂക്കാസലിന്റെ ഭൃത്യൻ ടോളർ താമസിക്കുന്ന ഭാഗത്തേക്കാണ്. ആ വാതിലാകട്ടെ ഞാൻ തുറന്നു കണ്ടിട്ടില്ല. എപ്പോഴും അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു. ഒരു ദിവസം റൂക്കാസിൽ അവിടെ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഒരു താക്കോൽ കൂട്ടവും ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ. പക്ഷേ എപ്പോഴും കാണുന്ന എനിക്ക് പരിചയമുള്ള സന്തോഷമുള്ള മുഖമായിരുന്നില്ല അയാൾക്ക്. ദേഷ്യം കൊണ്ട് കവിളുകൾ ചുമന്നിരുന്നു. പുരികങ്ങൾ വില്ലുപോലെ വളഞ്ഞിരുന്നു. നെറ്റിയിലെ രക്തധമനികൾ തുറച്ചു നിന്നിരുന്നു. അയാൾ എന്നോട് പരിചയഭാവം പോലും കാട്ടാതെ വാതിൽ പൂട്ടി കടന്നുപോയി. പിന്നെ നിങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ലേ? മറിച്ചാണ് സംഭവിച്ചത്. എന്റെ ആകാംക്ഷ വർദ്ധിച്ചു വന്നു. ഞാൻ കുട്ടിയെയും കൊണ്ട് നടക്കാൻ പോകുമ്പോൾ കെട്ടിടത്തിന്റെ ആ ഭാഗം ചുറ്റി നടന്ന് പരിശോധിച്ചു. അതിലെ 4 ജനലുകളിൽ 3 എണ്ണം അഴുക്ക് പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്നപ്പോൾ ഒരെണ്ണത്തിൽ പാളികളുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ ആ ഭാഗത്തേക്ക് കണ്ണുകൾ അയച്ച് ഞാൻ നടക്കുമ്പോൾ പതിവ് പോലെ സന്തോഷവാനായി റൂക്കാസിൽ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നും മിണ്ടാതെ കടന്നുപോയപ്പോ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിരിക്കുമല്ലേ? എന്റെ ബിസിനസിനെക്കുറിച്ച് മാത്രമായിരുന്നു അപ്പോൾ എന്റെ ആലോചന. ഓ, എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. അല്ല, ഇവിടെ ധാരാളം ഒഴിഞ്ഞ മുറികളുണ്ടല്ലോ. ഒരു മുറിയിൽ ജനൽപാളികളും ഉണ്ട്. ഓ, അതോ, അത് ഈ ഫോട്ടോഗ്രാഫി എന്റെ ഇഷ്ട വിനോദമാണ്. ഫിലിം കഴുകാനും മറ്റുമുള്ള ഒരു മുറിയായിട്ടാണ് ഞാൻ അവ ഉപയോഗിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി, എന്തൊരു നിരീക്ഷണ ബുദ്ധിയാണ് നിങ്ങൾക്ക്! സൂക്ഷ്മ നിരീക്ഷണം. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ആ മുറികളിലുണ്ട്. എനിക്കാണെങ്കിൽ അതെങ്ങനെയും അറിയണമെന്നും. അതൊരു ജിജ്ഞാസ മാത്രമായിരുന്നില്ല, ഒരു ചുമതലയാണെന്നുകൂടി എനിക്ക് തോന്നിത്തുടങ്ങി. ആ കെട്ടിടത്തിനകത്തെ കാര്യങ്ങൾ തുറന്ന് പരിശോധിക്കുന്നത് എന്തോ നല്ലതിനാണെന്ന് ഞാൻ കരുതി. സ്ത്രീകളുടെ ഒരുതരം സഹജവാസനയെക്കുറിച്ച് പറയാറില്ലേ?
ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ജന്മവാസനയാകാം എന്നെ നയിച്ചത്. ഏതായാലും ആ വിലക്കപ്പെട്ട കെട്ടിടത്തിനകത്ത് കടന്നുകൂടാനുള്ള അവസരം പാർത്ത് ഞാനിരുന്നു. എന്നിട്ട് നിങ്ങൾക്കതിനുള്ള അവസരം കിട്ടിയോ? കിട്ടി. വൈകാതെ ആ അവസരം എന്നെ തേടിയെത്തി. റൂക്യാസിലിനെ കൂടാതെ ടോളറും അയാളുടെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗത്ത് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ ടോളർ ഒരു കറുത്ത ലിനൻ സഞ്ചിയുമായി ആ വാതിലിലൂടെ കയറിപ്പോകുന്നതും ഞാൻ കണ്ടു. ഈ ഇടയായി ടോളറുടെ മദ്യപാനം വളരെ അധികമാണ്. ഇന്നലെയാകട്ടെ അയാൾ അമിതമായി മദ്യപിച്ച നിലയിലും. ഞാൻ അതുവഴി വന്നപ്പോൾ ആ വാതിലിൽ താക്കോലാരോ മറന്നുവെച്ചിരിക്കുന്നത് കണ്ടു. മദ്യത്തിന്റെ ലഹരിയിൽ ടോളർ മറന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. റൂക്യാസിലും ഭാര്യയും താഴെയായിരുന്നു, കുട്ടി അവരുടെ കൂടെയും. അങ്ങനെ നിങ്ങൾക്ക് ആ അവസരം തുറന്നു കിട്ടി അല്ലേ? അതെ. ആദ്യം ഞാനൊന്ന് മടിച്ചു. പിന്നെ താക്കോൽ തിരിച്ച് അകത്തേക്ക് കടന്നു. കാർപ്പറ്റ് വിരിക്കാത്ത ഒരു നീണ്ട ഇടനാഴിയിലേക്കാണ് ആ വാതിൽ തുറന്നത്. അതിന്റെ അറ്റത്തെത്തി തിരിഞ്ഞപ്പോൾ നിരനിരയായി 3 വാതിലുകൾ. ആദ്യത്തേതും മൂന്നാമത്തേതും തുറന്നു കിടന്നിരുന്നു. ആ മുറികൾ ശൂന്യമായിരുന്നു. പൊടി പിടിച്ച് വൃത്തികേടായി കിടന്ന ജനലുകളിലൂടെ അരണ്ട സൂര്യവെളിച്ചം മുറിയിലേക്ക് അരിച്ചു വീണിരുന്നു. നടുക്കത്തെ വാതിലോ? അത് അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു. ആ വാതിലിന് കുറുകെ ഒരു ഇരുമ്പ് പട്ട ഒരു വളയത്തിൽ ഘടിപ്പിച്ചിരുന്നു. അതിന്റെ മറ്റേ അറ്റം നല്ല ബലമുള്ള കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിരുന്നു. പക്ഷേ വാതിലിനടിയിൽ നിന്നും വരുന്ന പ്രകാശത്തിൽ നിന്ന് ആ മുറി ഇരുട്ടിലല്ല എന്ന് മനസ്സിലായി. ആ നീണ്ട ഇടനാഴിയുടെ അറ്റത്ത് ആ നശിച്ച് തുറക്കാത്ത വാതിലിന് മുന്നിൽ നിന്ന് അകത്തെന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. പെട്ടെന്ന് മുറിക്കകത്ത് ആരോ നടക്കുന്ന കാൽപ്പെരുമാറ്റം ഞാൻ കേട്ടു. വാതിലിനടിയിലൂടെ വരുന്ന വെളിച്ചത്തെ ഒരു താളത്തിൽ തടസ്സപ്പെടുത്തി ആ കാലടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അകാരണമായ ഭ്രാന്തമായ ഒരു ഭയം എന്നെ പിടിച്ചുലച്ചപ്പോൾ ഞാൻ പേടിച്ച് ഇടനാഴിയിലൂടെ തിരിച്ചോടി. ഭീകരമായ ഒരു കൈ തൊട്ടുപിറകിൽ എന്റെ ഉടുപ്പിന്റെ അറ്റത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇടനാഴിയിലെ വാതിലിലൂടെ ഞാൻ ചെന്ന് വീണത് അവിടെ കാത്തു നിൽക്കുകയായിരുന്ന റൂക്യാസിലിന്റെ കൈകളിൽ. ഓ, അത് നിങ്ങളായിരുന്നു അല്ലേ? കതക് തുറന്നു കിടന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചു. ഓ, ഞാൻ ഭയന്ന് വിറച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട കുട്ടി, എന്താണ് നിന്നെ ഭയപ്പെടുത്തിയത്? പറയൂ എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി. ആൾവാസമില്ലാത്ത ആ ഭാഗത്തേക്ക് പോയി ഞാൻ വിഡ്ഢിത്തം കാണിച്ചു. അവിടുത്തെ ഭയാനകമായ ഏകാന്തതയും നിശബ്ദമായ അന്തരീക്ഷവും എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഭീകരമായ ഒരു നിശബ്ദതയാണവിടെ. അതുമാത്രമേ ഉള്ളൂ? വേറൊന്നും ഞാൻ കണ്ടില്ല. അല്ല, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഞാൻ ഈ വാതിൽ എപ്പോഴും അടച്ചിടുന്നത് എന്നറിയാമോ? ഇല്ല, എനിക്കറിയില്ല. ഇവിടെ ഒരു കാര്യവുമില്ലാത്തവർ കയറാതിരിക്കാൻ. ഓ, ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ, ഇനി എപ്പോഴെങ്കിലും ഈ വാതിലിനപ്പുറം കടന്നാൽ ഞാൻ നിന്നെ ആ വേട്ടപ്പട്ടി കാറിലേക്ക് ഇട്ടുകൊടുക്കും. ഭയം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ താങ്കളെക്കുറിച്ച് ഓർത്തു, മിസ്റ്റർ ഹോംസ്. ഇനി താങ്കളുടെ ഉപദേശമില്ലാതെ എനിക്കവിടെ ജീവിക്കാനാവില്ല. എനിക്ക് അവിടെ എല്ലാവരെയും ഭയമാണ്. അയാളെ, അയാളുടെ ഭാര്യയെ, അവിടുത്തെ വേലക്കാരെ, എന്തിന് 5 വയസ്സുള്ള ആ കുട്ടിയെപ്പോലും എനിക്ക് പേടിയാണ്. താങ്കൾ അവിടെ വന്നാലേ എല്ലാം നേരെയാകൂ എന്ന് എനിക്ക് തോന്നി. എനിക്ക് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ എന്റെ ഭയം പോലെ തന്നെ ശക്തമാണ്
അവിടുത്തെ ദുരൂഹതയുടെ യാഥാർത്ഥ്യം അറിയാനുള്ള എന്റെ ജിജ്ഞാസയും. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. താങ്കളുടെ സഹായം തേടി ഒരു സന്ദേശം അയയ്ക്കുക. ശരി, നിങ്ങൾ എന്ത് കാരണം പറഞ്ഞാണ് ഞങ്ങളെ കാണാനെത്തിയത്? 3 മണിക്ക് തിരിച്ചെത്തിക്കോളാമെന്ന ഉറപ്പിലാണ്. റൂക്കാസിലും ഭാര്യയും ആരെയോ സന്ദർശിക്കാൻ പോകുന്നു അത്രേ. അപ്പോൾ കുഞ്ഞിനെ നോക്കേണ്ട ചുമതല എനിക്കാണ്. ഓ, അപ്പോൾ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ആ ടോളറും അയാളുടെ ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ അല്ലേ? ടോളറിന്റെ അമിതമായ മദ്യാസക്തിയിൽ അവർ നിസ്സഹായാണെന്ന് അയാളുടെ ഭാര്യ മിസസ് റൂക്കാസിനോട് പറയുന്നത് ഞാൻ കേട്ടു. ശരി, നല്ലവണ്ണം അടച്ചുപൂട്ടാവുന്ന നിലവറയോ മറ്റോ ഉണ്ടോ ആ വീട്ടിൽ? ആ ഉണ്ട്. വീഞ്ഞു സൂക്ഷിക്കുന്ന നിലവറയുണ്ട്. എന്താ കാര്യം? നിങ്ങൾ ഇതുവരെ വളരെ ധൈര്യത്തോടും ബുദ്ധിയോടെയുമാണ് അവിടുത്തെ സാഹചര്യങ്ങളെ നേരിട്ടത്. നന്നായി മിസ് ഹണ്ടർ. നന്ദി മിസ്റ്റർ ഹോംസ്. ഇനിയും ഇതുപോലെ ധൈര്യമായി ഒരു കാര്യം കൂടി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അസാധാരണ കഴിവുള്ള ഒരു സ്ത്രീയായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനത് ആവശ്യപ്പെടില്ലായിരുന്നു. പറയൂ സർ, എന്താണ്? തീർച്ചയായും ഞാൻ ശ്രമിച്ചു നോക്കാം. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം 7 മണിയോടെ കോപ്പർ ബീച്ചസിലെത്തും. ഞാനും എന്റെ കൂട്ടുകാരൻ ഡോക്ടർ വാട്സണും. അപ്പോൾ റൂക്കാസിലും ഭാര്യയും സ്ഥലം വിട്ടിരിക്കും. ടോളർ മദ്യത്തിൽ മുങ്ങിക്കിടക്കുകയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവിടെയുള്ളത് അയാളുടെ ഭാര്യയാണ്. അവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്താണ്? പറയൂ ഹോംസ്. എന്തെങ്കിലും കാരണം പറഞ്ഞ് നിങ്ങൾ അവരെ നിലവറയിലേക്ക് അയക്കണം. അവർ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് നിങ്ങളത് പൂട്ടണം. അങ്ങനെയെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും. എന്താ, സാധിക്കുമോ? ശരി, ഞാൻ ചെയ്യാം. വളരെ നല്ലത്. ഇനി നമുക്ക് കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. സാധ്യമായ ഒരു കാരണം മാത്രമേ ഇതിന് പിന്നിൽ ഞാൻ കാണുന്നുള്ളൂ. ആർക്കോ പകരം ആരെയോ ബോധ്യപ്പെടുത്താനാണ് ആ വ്യക്തിയുടെ രൂപസാദൃശ്യമുള്ള നിങ്ങളെ റൂക്കാസിൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥ വ്യക്തി തടവിലാണ് എന്നും അനുമാനിക്കണം. അത് അയാളുടെ മകൾ ആലീസ് തന്നെ ആവണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൾ രണ്ടാനമ്മയുമായി പിണങ്ങി അമേരിക്കയിലാണെന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ. ഉയരത്തിലും ആകാരത്തിലും കൂടുതൽ കൃത്യമായി മുടിയുടെ നിറത്തിലുമൊക്കെ നിങ്ങൾക്ക് ആലീസുമായുള്ള അതിശയകരമായ സാദൃശ്യമാണ് വലിയ ശമ്പളം നൽകി നിങ്ങളെ കോപ്പർ ബീച്ചസിൽ കൊണ്ടുവന്നതിന് പിന്നിൽ. എന്തോ കാരണം കൊണ്ട് ആലീസിന്റെ മുടി മുറിക്കേണ്ടി വന്നിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ മുടി വെട്ടിച്ചെറുതാക്കണമെന്ന നിബന്ധന അയാൾ വെച്ചത്. അവിചാരിതമായി ആലീസിന്റെ മുറിച്ചുവെച്ച മുടി നിങ്ങൾ കാണുകയും ചെയ്തു. ആ ജനലിനടുത്ത് നീല ഉടുപ്പണിയിച്ച് എന്നെ കൊണ്ടിരുത്തിയത് എന്തിനാവും? അതോ, പറയാം. റോഡിൽ നിന്ന് നിങ്ങളെ നോക്കി നിന്ന് ആ ചെറിയ താടി വെച്ച ചെറുപ്പക്കാരനില്ലേ, അയാൾ ആലീസിന്റെ ഉറ്റ സുഹൃത്തോ കാമുകനോ ആയിരിക്കണം. ആലീസിന്റെ ഉടുപ്പണിയിച്ച് അവളെപ്പോലെ മുടിവെട്ടി നിങ്ങളെ ജനാലക്കരികിൽ ഇരുത്തി ചിരിപ്പിച്ചത് ആലീസ് ഇപ്പോഴും സന്തോഷവതിയാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്താനാവും. അതുപോലെ അയാളോട് ആലീസിന് താൽപര്യമില്ല എന്നറിയിക്കാനാണ് അയാളെ പോകാൻ സൂചിപ്പിക്കുന്ന ആംഗ്യം കാട്ടാൻ ആവശ്യപ്പെട്ടത്. റോഡിൽ നിന്ന് നിങ്ങളെ നോക്കി നിന്നിരുന്ന അയാൾ വീട്ടിനുള്ളിൽ കയറുന്നത് തടയാനാണ് കൂറ്റൻ പട്ടിയെ വളർത്തുന്നത്. എങ്കിലും ഏറ്റവും വിചിത്രമായി എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ ആക്രമണ സ്വഭാവമാണ്. അല്ല ഹോംസ്, ആ കുട്ടിയുടെ പെരുമാറ്റവും ഈ കേസും തമ്മിലുള്ള ബന്ധമെന്താണ്? ഒരു കുട്ടിയുടെ സ്വഭാവം അതിന്റെ അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ പകർന്നു ലഭിക്കുന്നതാണെന്ന് ഞാൻ ഡോക്ടറോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ദുർബലരായ ജീവികളോടുള്ള അവന്റെ ക്രൂരമായ പെരുമാറ്റം അവന് ആരിൽ നിന്നാവും ലഭിച്ചത്? നിരാലംബയായ സ്വന്തം മകളെ തടവിലിട്ട് ദ്രോഹിക്കുന്ന അച്ഛനിൽ നിന്നോ, അതോ സദാ നിസ്സംഗയായ അമ്മയിൽ നിന്നോ? നമുക്ക് ആ പാവം പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ഇനി ഒരു നിമിഷം വൈകിക്കൂടാ. വാട്സൺ, വളരെ സൂത്രശാലിയും അപകടകാരിയുമായ ഒരാളെയാണ് നാം എതിരിടുന്നത് എന്ന് ഓർമ്മ വേണം.
ആ, രാത്രി 7 മണിക്ക് അവിടെ എത്തുന്നതുവരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ അവിടെ എത്തി അധികം താമസിയാതെ ഈ ദുരൂഹതയുടെ ചുരുളഴിയും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. 3 മണിക്ക് എനിക്ക് കോപ്പർ ബീച്ചസിൽ എത്തണം. ശരി മിസ് വയലറ്റ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ശരി മിസ്റ്റർ ഹോംസ്, ഡോക്ടർ വാട്സൺ, നന്ദി. ഇതാ നമ്മൾ കോപ്പർ ബീച്ചസിന്റെ മുന്നിലെത്തി. നോക്കൂ ഹോംസ്, അസ്തമയ സൂര്യന്റെ പ്രകാശരശ്മികളിൽ ആ ബീച്ച് മരങ്ങളുടെ ഇലകൾ തിളങ്ങുന്നത് കണ്ടോ? ആ അതാ വയലറ്റ് ഹണ്ടർ ഗേറ്റിൽ നമ്മെ കാത്തു നിൽപ്പുണ്ടല്ലോ. ആ, എന്തായി മിസ് ഹണ്ടർ, ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയോ? ദാ വാതിൽ തട്ടിപ്പൊളിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? ടോളറുടെ ഭാര്യ നിലവറയിൽ കിടന്ന് കാട്ടുന്ന പരാക്രമമാണ്. അവരുടെ ഭർത്താവ് അടുക്കളയിൽ കിടന്ന് മദ്യലഹരിയിൽ കൂർക്കം വലിച്ചുറങ്ങുന്നു. ദാ അയാളുടെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ. ശരി, നിങ്ങൾ എല്ലാം നല്ലവണ്ണം ചെയ്തിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് വഴി കാണിച്ചു തരൂ. നമുക്ക് ഈ ദുരൂഹമായ ഇടപാടുകൾ ഉടൻ അവസാനിപ്പിക്കണം. വരൂ. ഇതാണാ വാതിൽ. നമുക്ക് തുറന്നകത്ത് കയറാം. ഇതാണ് ഞാൻ പറഞ്ഞ നീണ്ട ഇടനാഴി. ശരിയാണ്, ഇവിടുത്തെ അന്തരീക്ഷം ഭയാനകം തന്നെ. എന്തോ ഒരു വലിയ ആപത്ത് പതിയിരിക്കുന്നത് പോലെ. ഈ മുറിക്കകത്താണ് ഞാൻ കാൽപെരുമാറ്റം കേട്ടുന്ന് പറഞ്ഞത്. ആ, ഇതിനകത്താവണം ആ പെൺകുട്ടി. നമുക്ക് ഈ ഇരുമ്പ് പട്ട കിട്ടിയിരിക്കുന്ന കയർ അറുത്തുമാറ്റാം. ഏയ്, ഇതല്ല താക്കോൽ. അകത്ത് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. നമ്മൾ വരാൻ താമസിച്ചു പോയില്ലല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇതൊരു പഴയ വാതിലാണ്. നമുക്ക് പൊളിക്കാമോ എന്ന് നോക്കാം. ദേ, ഇവിടെ ആരുമില്ലല്ലോ. ഒരു ചെറിയ കട്ടിലും മേശയും കുറെ തുണികളും മാത്രം. അതാ മുകളിലത്തെ കണ്ണാടി ഓടുകൾ മാറ്റിയിരിക്കുന്നു. അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അതോ മറ്റൊരിടത്തേക്ക് മാറ്റിയോ? ഇതിലെന്തോ കുഴപ്പമുണ്ട്. അയാൾ നമ്മളെ പറ്റിച്ചിരിക്കുന്നു. നമ്മുടെ പദ്ധതി അയാൾ എങ്ങനെയോ അറിഞ്ഞു കാണും. അതുകൊണ്ട് അയാൾ അവളെ വേറെ എങ്ങോട്ടോ മാറ്റി. പക്ഷേ എങ്ങനെ? ഞാനൊന്ന് ആ മേശയിൽ കയറുന്നത് നോക്കട്ടെ. അതെ, അതാ താഴെ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് അയാൾ കൃത്യം നിർവഹിച്ചത്. പക്ഷേ അതെങ്ങനെ സംഭവിക്കും? കാരണം റൂക്കാസിലും അയാളുടെ ഭാര്യയും ഇവിടുന്ന് പോകുമ്പോ ആ ഏണി അവിടെ ഉണ്ടായിരുന്നില്ല. ആ, അയാൾ ആരും അറിയാതെ തിരികെ വന്ന് അത് ചെയ്തു കാണും. ഞാൻ പറഞ്ഞില്ലേ, അയാൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ക്രൂരനും തന്ത്രശാലിയുമാണെന്ന്. വാട്സൺ, അത് അയാൾ തന്നെയായിരിക്കും. റിവോൾവർ എടുത്ത് തയ്യാറായിക്കോളൂ. ഹലോ, എന്താ എല്ലാരും ഇവിടെ? സത്യം പറയണ ദ്രോഹി, എവിടെ ആലീസ്? ഓഹോ, ആലീസ്. അവൾ അതുവഴി അങ്ങ് പറന്നു പോയി.
ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. എല്ലാവരും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അയ്യോ, അയാൾ ആ പട്ടിയെ തുറന്നുവിടാൻ പോയതാണ്. വാട്സൺ, റിവോൾവർ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. നമുക്ക് ഓടിച്ചെന്ന് ഇടനാഴിയിലേക്കുള്ള വാതിലടയ്ക്കാം. ടോളർ ഓടിക്കിതച്ച് വരുന്നു. ദൈവമേ, ആരോ കാർലോയെ അഴിച്ചുവിട്ടു. കഴിഞ്ഞ 2 ദിവസമായി അവൻ പട്ടിണിയിലാണ്. ഓടി വരൂ, ഓടി വരൂ. എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് അവനെ തടയണം. അയ്യോ, അവിടെ ആ പട്ടി റൂക്കാസിനെ കടിച്ചു കയറുകയാണ്. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യൂ. ഓ, ആ പട്ടി ചത്തു. വരൂ, നമുക്ക് റൂക്കാസിലിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അയാളെ അകത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അങ്ങനെ. വാട്സൺ, എങ്ങനെയുണ്ടായിട്ടുള്ള അവസ്ഥ ഒന്ന് നോക്കൂ. കുറേയേറെ മാംസം പട്ടി കടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ബോധമുണ്ട്. നിങ്ങളാണ് ടോളർ അല്ലേ, ഇവിടുത്തെ ഭൃത്യൻ? അതെ. ബോധമൊക്കെ തിരിച്ചു കിട്ടിയോ? ശരി, ഒരു കാര്യം ചെയ്യൂ. പോയി റൂക്കാസിലിന്റെ ഭാര്യയെ വിവരം അറിയിക്കൂ. ശരി സർ. ഓ, മിസ്സസ് ടോളർ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അതെ മിസ് ഹണ്ടർ, ഞാൻ നിലവറയുടെ കതകിലിടിക്കുന്ന ശബ്ദം കേട്ടപ്പോ മിസ്റ്റർ റൂക്കാസിൽ വന്ന് എന്നെ തുറന്നുവിട്ടു. ഈ പദ്ധതികളെക്കുറിച്ച് എന്നോട് പറയാത്തത് വലിയ കഷ്ടമായിപ്പോയി. നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ വിഫലമായി കഴിഞ്ഞുവെന്ന് ഞാൻ അറിയിച്ചേനെ. ഓ, അങ്ങനെ വരട്ടെ. മറ്റാരെക്കാളും കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്നത് മിസ്സസ് ടോളറിനാണ് എന്ന് തോന്നുന്നു. അതെ സർ, ഞാനെല്ലാം പറയാം. ഇരിക്കൂ. ചില കാര്യങ്ങൾ ഇനിയും എനിക്ക് പിടികിട്ടിയിട്ടില്ല എന്ന് ഞാൻ തുറന്നു പറയട്ടെ. ഞാനെല്ലാം വ്യക്തമാക്കി തരാം. ഞാൻ നിലവറയ്ക്ക് പുറത്തു വന്നിരുന്നെങ്കിൽ ഇതൊക്കെ ആദ്യമേ പറഞ്ഞേനെ. ഇനി ഭാവിയിൽ കോടതി പോലീസ് ഇടപാടുകൾ വരുമ്പോ ഓർത്തോളൂ, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരിയുടെ കൂടെ നിന്നയാളാണെന്ന്. പിന്നെ ആലീസിന്റെ കൂടെയും. ശരി മിസ്സസ് ടോളർ. മിസ്റ്റർ റൂക്കാസിലിന്റെ 2ാം വിവാഹത്തോടെ ആലീസിന് ഈ വീട്ടിൽ സ്ഥാനമില്ലാതെയായി. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മിസ്റ്റർ ഫൌളറിനെ കണ്ടുമുട്ടുന്നതുവരെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം ആലീസിന്റെ പേരിലാണ്. ഇത് മുഴുവൻ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ അവൾ മിസ്റ്റർ റൂക്കാസിലിനെ അനുവദിച്ചിരുന്നുവെന്ന് മാത്രമല്ല, അതിനുള്ള അവകാശം അവൾ ആവശ്യപ്പെട്ടിരുന്നുമില്ല. പക്ഷേ അവൾ വിവാഹിതയായാൽ ഈ സ്വാതന്ത്ര്യം തടസ്സപ്പെടുമോന്ന് സ്വാഭാവികമായും മിസ്റ്റർ റൂക്കാസിൽ ഭയന്നു. അതുകൊണ്ട് വിവാഹിതയായാലും ഇല്ലെങ്കിലും സ്വത്ത് മുഴുവൻ തന്റെ പേരിലാക്കാൻ മിസ്റ്റർ റൂക്കാസിൽ ആലീസിനെ ശല്യപ്പെടുത്തി. അനാരോഗ്യം മൂലം മസ്തിഷ്ക ജ്വരം വന്ന ആലീസ് കഷ്ടിച്ചാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. രോഗത്തെ തുടർന്ന് മുടിമുറിച്ച ആലീസിന്റെ ആരോഗ്യവും സൗന്ദര്യവും ക്ഷയിച്ചു. പക്ഷേ ഇതൊന്നും മിസ്റ്റർ ഫൌളർക്ക് അവളോടുള്ള പ്രേമത്തിന് തടസ്സമായില്ല. കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് റൂക്കാസിൽ ആലീസിനെ തടവിലാക്കി. അതെ സർ. മിസ്റ്റർ ഫൌളറിന്റെ ശല്യം ഒഴിവാക്കാൻ ലണ്ടനിൽ നിന്ന് വലിയ ശമ്പളം നൽകി വയലറ്റിനെ കൊണ്ടുവന്ന് ആലീസിനെപ്പോലെ മുടിമുറിപ്പിച്ച് അവളുടെ വേഷം ധരിപ്പിച്ച് അയാളെ ഇഷ്ടമല്ലെന്ന തരത്തിൽ അഭിനയിപ്പിച്ചു. മകൾ അമേരിക്കയിലാണെന്ന്
മിസ്റ്റർ റൂക്കാസിൽ എന്നോട് കളവ് പറഞ്ഞു. പക്ഷേ മിസ്റ്റർ ഫൌളർ ഒരു യഥാർത്ഥ നാവിക ഉദ്യോഗസ്ഥനായിരുന്നു. വിട്ടുകൊടുക്കാൻ അദ്ദേഹവും തയ്യാറായില്ല. അതെ, ഈ വീട്ടിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ഫൌളർ അതിനിടെ പണമിടപാട് നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അയാളുടെ താൽപര്യവും നിങ്ങളുടെ ഇഷ്ടവും ഒന്നാണെന്ന് മനസ്സിലാക്കി. അല്ലേ മിസ്സസ് ടോളർ? അതെ, വളരെ ദയാലുവും ഉദാരമതിയുമാണ് മിസ്റ്റർ ഫൌളർ. ആ, നിങ്ങളുടെ ഭർത്താവിന് തല പൊക്കാൻ സാധിക്കാത്ത രീതിയിൽ മദ്യം നൽകിയും റൂക്കാസിലും ഭാര്യയും പുറത്തുപോയ ശേഷം ഫൌളറിന് വേണ്ടി ഏണി തയ്യാറാക്കി വെക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. എന്തായാലും ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു മിസ്സസ് ടോളർ. ഞങ്ങളെ കുഴപ്പിച്ച കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ വ്യക്തമാക്കി തന്നു. അതാ അയാളുടെ പരിക്കുകൾ പരിശോധിക്കാൻ ഡോക്ടറും കൂടെ മിസ്സസ് റൂക്കാസിലും എത്തിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട ഡോക്ടർ വാട്സൺ. വരൂ, നമുക്ക് മിസ് വയലറ്റ് ഹണ്ടറിനെയും കൂട്ടി വിൻചെസ്റ്ററിലേക്ക് പോകാം. അങ്ങനെ കോപ്പർ ബീച്ചസിലെ ദുരൂഹതകൾ അവസാനിച്ചു. മാനസികമായും ശാരീരികമായും തകർന്ന റൂക്കാസിൽ അയാളുടെ ഭാര്യയുടെ ശ്രദ്ധാപൂർവമായ ശുശ്രൂഷയും പരിചരണവും കാരണം പരിക്കുകളിൽ നിന്ന് മോചിതനായി. അയാളുടെ കഴിഞ്ഞകാല ജീവിതം അറിയാവുന്ന ആ വേലക്കാർ ഇപ്പോഴും അയാളോടൊപ്പം ഉണ്ട്. ഒളിച്ചോടിയതിന്റെ അടുത്ത ദിവസം ആലീസും ഫൌളറും സതാംപ്ടണിൽ വെച്ച് വിവാഹിതരായി. മൌറീഷ്യസ് ദ്വീപിലെ ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ മിസ്റ്റർ ഫൌളർ. മിസ് വയലറ്റ് ഹണ്ടർ ആകട്ടെ ഇപ്പോൾ വാൾസോൾ എന്ന നഗരത്തിലെ ഒരു സ്വകാര്യ സ്കൂളിൽ മേധാവിയുമാണ്. ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ് കഥകൾ. കോപ്പർ ബീച്ചസ് നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഷെർലക് ഹോംസ് അരുൺ നായർ, ഡോക്ടർ വാട്സൺ ഡോക്ടർ തോമസ് മാത്യു, മിസ് വയലറ്റ് ഹണ്ടർ സിനി സുനിൽ, റൂക്കാസിൽ ആൽബർട്ട് അലക്സ്, മിസസ് ടോളർ എൻ ഷാൽമ, ടോളർ ബിജു കല്ലുവാതുക്കൽ, മിസ് സ്റ്റോപ്പർ അജിത അരവിന്ദ്. സംവിധാന സഹായം വി എൻ ദീപ, അശ്വതി ബാലചന്ദ്രൻ. റേഡിയോ നാടകരൂപം സംവിധാനം എൻ വാസുദേവ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.